ഫ്രണ്ട്സ്, ഇന്ന് ഒരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മുരിങ്ങയില വെച്ചിട്ടാണ് ഇവിടെ ഞാനൊരു ദോശ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഇത് എല്ലാം ചെയ്തെടുക്കുന്ന സമയത്ത് മാവ് വൈറ്റ് കളറായിട്ടുള്ളത് ഗ്രീൻ കളറിലേക്ക് മാറും. നല്ല ഭംഗിയാണ്, കാണാനും കഴിക്കാനും ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറിയ ഉള്ളി വേണം, ഒരെണ്ണം മതി. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടെങ്കിലും ആവശ്യമുള്ളത് മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റുമാണ്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. നിങ്ങൾ കടുകൊന്നും ഇട്ട് കൊടുക്കരുത്. പിന്നെ കറിവേപ്പില വേണ്ട. എന്നിട്ട് അതിലേക്ക് ഇടുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഇട്ടതിന് ശേഷം അടുത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, അതിന് ശേഷം വെളുത്തുള്ളിയാണ് ഇടാൻ. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കുരുമുളക്. അപ്പോൾ ഇതിനെ ഇട്ട് നന്നായിട്ടൊന്ന് നിങ്ങൾ വഴറ്റണം. വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തിനി ചെയ്യാവൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കരിഞ്ഞു പോകാതെ നോക്കുക, അടിയിൽ പിടിക്കണ്ട. പിന്നെ അതിലേക്ക് നമുക്ക് മുരിങ്ങയില, നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് മുരിങ്ങയില നന്നായിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കണ്ട. മുരിങ്ങയിലയുടെ ആ ഒരു പച്ചപ്പ് മാറുന്നത് വരെയും ജസ്റ്റ് ഒന്ന് ആക്കി ഇങ്ങനെ അങ്ങ് എടുക്കുക. നന്നായിട്ട് അങ്ങ് ആക്കി എടുക്കണ്ട. പിന്നെ അതിലേക്കൊരു ശകല ഉപ്പ്, കാരണം നമ്മൾ മാവിലേക്ക് ഓൾറെഡി ശകല ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ശകല ഉപ്പ് നിങ്ങൾ ഇടുക. അപ്പം മാവിൽ നിങ്ങൾ ഉപ്പ് ഇട്ടതുണ്ടെങ്കിൽ ശകല ഉപ്പ് യൂസ് ചെയ്യാവോ, അല്ലെങ്കിൽ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു ജാറെടുക്കുക. ജാറിൽ നമുക്കിത് അരച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിക്കാൻ. ജാറിലേക്ക് ഇനി ഈ ചെയ്ത് വെച്ച ഇതൊക്കെയും ഇട്ട് കൊടുക്കുക. നമുക്ക് കോരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചങ്ങ് അരച്ച് കഴിഞ്ഞാൽ അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അരയ്ക്കണം. അപ്പോൾ അരച്ചെടുത്തതാണ് ഞാനിത്. കാണാൻ നല്ല ഭംഗിയാണ്. ഈ മാവ് എടുത്തിട്ടുണ്ട് ഞാൻ. മാവിൽ ഒരു 2-3 കഷ്ണം പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇത് ഒഴിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ നൈറ്റാണ് ഈ വീഡിയോ പിടിച്ചത്, അതുകൊണ്ട് നിഴൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്, മാവിലേക്ക്. ഈ പച്ച കളറ് ഒഴിച്ചതിന് ശേഷം ഇത് കലക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. ഇത് കലക്കിയതിന് ശേഷം കാണാനും മാവ് നല്ലൊരു ഭംഗിയാണ്. ചുട്ടെടുത്താലും ദോശയ്ക്കും ഭംഗിയാണ്. പക്ഷെ ഭംഗി മാത്രമല്ല, ആ ഭംഗി ഈ ദോശയ്ക്കും ഉണ്ട്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പം എല്ലാം പാകത്തിനെ നമ്മൾ എടുക്കാവൂ. ഞാൻ കാണിച്ചു തന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ആവശ്യത്തിന്, കാരണം മാവ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആവശ്യത്തിന് നിങ്ങൾ എടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഐറ്റം കൂടുതലാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കുവാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ടേസ്റ്റ് പിടിക്കില്ല. അപ്പോൾ ആവശ്യത്തിന് എടുക്കുക. അതിന് ശേഷം മാവ് നന്നായിട്ട് കലക്കി പിന്നെ ഞാൻ ദോശ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ മാവ് ഒഴിക്കാൻ പോവാണ്. മാവ് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. നല്ല പച്ച കളറിൽ ഇത് വരുന്നത്, കളർ മാങ്ങയൊന്നുമില്ല. പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ അരച്ചെടുത്തതിനെ അരിച്ചെടുക്കരുത്. നന്നായിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നല്ല ഒരു തരി പോലും ഇല്ലാണ്ട് നിങ്ങൾ അരച്ചെടുക്കണം. കുറേ പ്രാവശ്യം അരച്ചതിന് ശേഷം ഇതിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതങ്ങ് ഒഴിക്കുക. അല്ലാതെ നിങ്ങൾ അതിനെ അരിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അരിച്ചെടുക്കാതെയാണ് ഈ മുരിങ്ങയിൽ അരച്ചത് നമ്മൾ ഒഴിക്കേണ്ടത്. ഓക്കെ, നല്ല പച്ചക്കല വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.